ഹലോ, ഇന്നൊരു അൺബോക്സിങ് വീഡിയോ കേട്ടോ. ഇതാണ് വണ്ടി. ഒരു മോൺസ്റ്റർ ട്രക്കിൻ്റെ മോഡലാട്ടോ. ഒരു 1/14 സ്കെയില്, ഒരു ബ്രഷ്ലെസ് മോട്ടറൊക്കെ വരുന്ന ഒരു 50 ആംബിയറിൻ്റെ ESC 3S ബാറ്ററി സപ്പോർട്ട് ചെയ്യണ 2847 ബ്രഷ്ലെസ് മോട്ടറുള്ള ഒരു മോൺസ്റ്റർ ട്രക്ക്. ഇതിൻ്റെ ബോക്സ് അടിപൊളിയായിട്ട് കേട്ടോ. ആ ഒരു ലെറ്ററിങ് ഇതൊക്കെ ഉണ്ടോ, തലങ്ങളുണ്ടോ, കളറ് മാറുന്നുണ്ടോ. അപ്പോൾ ഹോസ് സ്പീഡ് ഈ സെയിം ബ്രാൻഡിലുള്ള വേറൊരു വണ്ടി നമ്മുടെ ഉണ്ട്. ഈ സാധനം ഇത് അത്യാവശ്യം നമ്മൾ റഫ് യൂസ് ചെയ്ത് മോട്ടറൊക്കെ മാറ്റി കുറേ എക്സ്പെരിമെൻ്റ് ആയിട്ടുള്ള വണ്ടി. ഇതുവരെ ഒരു സാധനം ഇതിൻ്റെ ഡാമേജ് ആയിട്ടില്ല കേട്ടോ. അപ്പോൾ അത് കാരണം ഈ ഒരു ബ്രാൻഡ് എനിക്ക് വിശ്വാസമാണ്. ഈ വണ്ടിയുടെ എന്തായാലും ഞാൻ ഫുള്ള് ബോക്സ് കാണിക്കുന്നുണ്ട്. കാരണം നല്ല നീറ്റായിട്ട് നല്ല വൃത്തിയുള്ളൊരു ഡിസൈൻ ഈ ബോക്സിൻ്റെ. ഈ ഒരു സൈഡിൽ വണ്ടിയുടെ ഉള്ളിലത്തെ കാര്യങ്ങളൊക്കെ നല്ല ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. ബാറ്ററി, ESC, ടയർ, അതിൻ്റെ അത് പിന്നെ ഒക്കെ മെറ്റലാട്ടോ. ബെയറിങ്സ് ഉണ്ട്, ത്രൂ ഔട്ട് ബെയറിങ്സ് ഉണ്ട്. പിന്നെ മെറ്റൽ സ്പർ ഗിയറാണ്, മെയിൻ പിനിയൻ ഗിയർ ഒക്കെ മെറ്റലാണ്. ഡ്രൈവ് ഷാഫ്റ്റ് മെറ്റൽ, ഡിഫറൻഷ്യൽ മെറ്റൽ, CVT ആടാ ഒക്കെ മെറ്റലാണ്. പിന്നെ റിമോട്ട്, ഈ ഒരു മോഡലിൽ റിമോട്ട് വരുന്നത് അടുത്ത സൈഡ് അവിടെ. ഇത് നല്ല ഇതിൻ്റെ ബോക്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും ഫുള്ള് ലേ ഔട്ട് കാണിക്കുന്നുണ്ട്. ഡിഫറൻഷ്യൽ, ഡ്രൈവ് ഷാഫ്റ്റ് പോണത്, പിനിയൻ ഗിയർ, സ്പർ ഗിയർ. ഈ ഒരു സെയിം പ്ലാറ്റ്ഫോം വെച്ചിട്ടുള്ള ബാക്കി മോഡൽസ് കേട്ടോ. ബോഡി മാത്രം മാറി, ബോഡിയും ടയറും മാറിയിട്ടുള്ള ബാക്കി മോഡൽസ് ഈ കാണുന്നത്. ഇനി നമുക്ക് അൺബോക്സ് ചെയ്യാം. അതെ, ക്യാമറമാൻ പിടിച്ചോ, വിജയമാൻ. പൊളിച്ചു നോക്കിയതാണ്. ബോക്സ് ചെയ്യാൻ സ്ഥലമില്ല ഇവിടെ. റിമോട്ട്, ബാറ്ററി ഹാർഡ് കേസ് ബാറ്ററി. ഇത്ര സാധനമാണ് ഇതിലുള്ളത്. അപ്പോൾ ഇതാണ് വണ്ടിയുടെ ലുക്ക് വരണം കേട്ടോ. സൈഡിൽ സാധാ നമ്മുടെ മോൺസ്റ്റർ ട്രക്കിൻ്റെയൊക്കെ പോലത്തെ പക്ക ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു പെയിൻറ്റ് സ്കീമും എനിക്ക് തോന്നുന്നു ശരിക്കും കറക്റ്റായിട്ടുള്ളൊരു മോൺസ്റ്റർ ട്രക്ക് എന്ന് പറയാൻ പറ്റുന്ന കുറച്ച് മോഡൽസ് ഇറങ്ങിയിട്ടുള്ളൂ. ഒന്ന് മറ്റേ ലോസിയുടെ ഒരു മോഡലുണ്ട്, ഞാൻ ജസ്റ്റ് ഫോട്ടോ കാണിച്ചു തരാം. അത് അത്യാവശ്യം നല്ല എക്സ്പെൻസീവാണ്. പിന്നെ ഒരു പ്രോപ്പറായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൊരു മോൺസ്റ്റർ ട്രക്ക് മോഡൽ ഈ ഒരു വണ്ടിയാട്ടോ. ഇനി ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ ടയർ അടിപൊളിയായിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഫോമൊന്നും ഇല്ലയെന്ന് തോന്നുന്നു, എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം സോഫ്റ്റാണ്. പിന്നെ ഈ സൗണ്ട്, ആ മെറ്റൽ ഗിയേഴ്സ് തമ്മിൽ മെഷ് ചെയ്യുമ്പോഴത്തെ ഒരു സൗണ്ട് അത് അടിപൊളിയാട്ടാ. മറ്റേ MJXനൊക്കെ, നമ്മുടെ MJX പോളോനൊക്കെ ഏകദേശം ഈ ഒരു സൗണ്ടായിരുന്നു. അത് കേൾക്കാൻ നൈസാണ്. ഇതാണ് റിമോട്ട് വരുന്നത്. സ്റ്റിയറിംഗ് ട്രിം, ഡ്യുവൽ റേറ്റ്, സ്പീഡ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ത്രോട്ടലിൻ്റെ ഡ്യുവൽ റേറ്റ്, ഇത്രയൊക്കെ ഫീച്ചർ വരുന്ന ഈ സെയിം മോഡലാട്ടോ. നോക്കി നമ്മുടെ ഇതാ വണ്ടിയുടെ അതിൻ്റെ സ്റ്റോക്ക് വന്നിരുന്ന റിമോട്ട് കാണുന്നത്. ഇത് രണ്ടും നോക്കിക്കോ, ഡിസൈൻ സെയിം മോഡലാണ്. ജസ്റ്റ് ഒരു ഡയൽ എക്സ്ട്രാ വന്നെന്നുള്ളൂ. ഇനി തുറക്കാം. 8/3 ബോഡി ക്ലിപ്സ് അതിൻ്റെ ഉള്ളിലാട്ടോ. ഓക്കെ, ഒഴിച്ച് ലൈറ്റിൻ്റെ ഒരു കണക്ഷൻ വരുന്നുണ്ട്. ഇവിടെ ലൈറ്റ് വരുന്നുണ്ട് കേട്ടോ. ഇതാണ് ലേ ഔട്ട് വരുന്നത്. ബോഡി അത്യാവശ്യം കൊള്ളാട്ടോ. ഷാസിയുടെ ഇവിടെ ഒരു ഹണികോം സ്ട്രക്ചർ ഉണ്ട്, അത് സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ടായിരിക്കും. പിന്നെ അത് ബാറ്ററിയുടെ ട്രേ, ഇതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അത് ഇങ്ങനെയാണ് ബാറ്ററി വയ്ക്കുന്നത് അതിൻ്റെ ഉള്ളിൽ. കണക്ടർ, ESC റിസീവർ മോഡ്യൂള്, 50 ആംബിയറിൻ്റെ ESC സെർവോ, 3 വയർ സെർവോ ഓട്ടോ വരുന്നത്. പിന്നെ മോട്ടർ 2847 മോഡൽ 4000 kV ബ്രഷ്ലെസ് മോട്ടർ, അതിൻ്റെ ഒരു ഹീറ്റ് സിങ്ക്, ഷോക്ക് ഒബ്സോർവേഴ്സ് ഒക്കെ ഫ്രിക്ഷൻ ഷോക്സ് ആട്ടോ. അത് ഓയിൽ ഫീൽഡ് അല്ല, പക്ഷേ ഈ ഒരു വണ്ടിക്ക് വലിയ കുഴപ്പമില്ല. ഇതാണ് അതിൻ്റെ മീറ്റർ ബാറ്ററി കേട്ടോ. 7.4 വോൾട്ട് 1500 mAh ലിത്തിയം അയൺ ബാറ്ററി. ഇതിങ്ങനെ വയ്ക്കും, പ്രസ് ചെയ്യുക, കഴിഞ്ഞു, ലോക്ക് ചെയ്തു, സെറ്റ്. റിമോട്ടിൽ 3 ബാറ്ററി. റിമോട്ട് ഓൺ ചെയ്യാം. റിമോട്ട് ഓൺ ചെയ്തു. വണ്ടിക്ക് ചാർജ് ഉണ്ടോ എന്തോ വിജയമാണ്, ചാർജ് ഉണ്ടാവും. ബാറ്ററി ഇട്ടു, നീക്കിയ ഓണായി, വണ്ടി ഓണായി. ഇത് നമ്മൾ മറ്റേ വണ്ടിയുടെ സെയിം സൗണ്ട് അല്ലേ. സാധനം ഇതേ ലൈറ്റ്സ് ഒക്കെ നോക്കിക്കോ. റൂഫ് ലൈറ്റ്, ഫ്രണ്ടിൽ ബമ്പറുമ്പോൾ 2 ലൈറ്റ്, അത്യാവശ്യം നല്ല വെളിച്ചമുണ്ട് കേട്ടോ. ഇതിന് ഇൻഡിക്കേറ്റർ ഇല്ല, ബാക്കിൽ ലൈറ്റൊന്നുമില്ല. ബാക്കിലൊരു വീലി ബാർ ഒരെണ്ണമുണ്ട്. ചെറിയൊരു ട്രയൽ അടിച്ച് നോക്കാം. ഇത് ശരിക്കും ഓടിക്കാൻ പറ്റിയ സാധനമല്ല ഇത്. ആ ബാറ്ററി ചാർജ് ഉണ്ടായിരുന്നില്ല കേട്ടോ, വേറെ ബാറ്ററി ഇട്ടു. ചാട്
പിന്നെ അതിന് വീല് മുട്ടിയാലും തിരിയണം. വണ്ടി ഒരു രക്ഷയില്ല കേട്ടോ. ഇത് ഓടിക്കണേ കുറച്ച് സ്ഥലം വേണം. ഇവിടെ ഫുൾ ത്രോട്ട് എടുക്കാനുള്ള ഗ്യാപ്പ് ഇല്ല. അത്യാവശ്യം നല്ല നല്ല സ്പീഡുണ്ട്, നല്ല ആക്സലറേഷൻ അടിപൊളി. എൻ്റെ ഇത് നോക്കിയോ ഡ്രൈവ് ഷാഫ്റ്റ് ഒന്ന് ഇത് കണ്ട. ഡ്രൈവ് ഷാഫ്റ്റൊക്കെ അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള ഡ്രൈവ് ഷാഫ്റ്റ് കേട്ടോ. കാരണം ഈ ഒരു ടയറും ആ പവറുള്ള മോട്ടറൊക്കെ വെച്ച് വരുമ്പോഴേ ഈ ഡ്രൈവ് ഷാഫ്റ്റ് ഇത്ര തിക്കല്ലെങ്കിൽ മിക്കവാറും അത് ഒടിഞ്ഞു പോകും. ഈ വീലി ബാർ ആവശ്യമുള്ള സാധനമാണ്, കാരണം അസലായിട്ട് വീല് ചെയ്യുന്നുണ്ട് ഈ വണ്ടി. പിന്നത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഓടിച്ചത് 2S ബാറ്ററി മേല, അതും ഫുൾ ത്രോട്ടിൽ കൊടുക്കാനുള്ള ഗ്യാപ്പ് ഇല്ല, കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ സാധനം 3S വെച്ചാൽ എന്തായിരിക്കും? 2S തന്നെ അടിപൊളിയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. 3S വെച്ചാൽ പിന്നെ വണ്ടി വേറെ ലെവലായിരിക്കണം. മിക്കവാറും എന്തെങ്കിലുമൊക്കെ ഉരുത്തെറിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ഇതാണ് വണ്ടി. ഇതിന് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ നാട്ടിൽ പോയിട്ട് എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുള്ളത്. നാട്ടിൽ പോയിട്ട് വല്ല പാടത്തോ അത് കൊണ്ടുപോയിട്ട് ഇറക്കണം ഈ വണ്ടി.